0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 45-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരൊറ്റ ഫണ്ടിൽ തന്നെ ഇക്വിറ്റി, ഡെപ്റ്റ്, ഗോൾഡ്, സിൽവർ പോലുള്ള പല ആസ്തികളിലേക്കും നിക്ഷേപിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. അതാണ് ഹൈബ്രിഡ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഹൈബ്രിഡ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്നത് ഒരു തരത്തിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ്. ഇത് കുറഞ്ഞത് 3 വ്യത്യസ്ത ആസ്തികളിലേക്കെങ്കിലും നിക്ഷേപിക്കുന്നു. സാധാരണയായി ഇക്വിറ്റി അഥവാ ഓഹരി, ഡെപ്റ്റ് കടപ്പത്രങ്ങൾ, ഗോൾഡ്, സിൽവർ കമ്മോഡിറ്റീസ്, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇക്വിറ്റി മുതലായവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടാം. ഒരൊറ്റ ഫണ്ടിൽ തന്നെ മികച്ച വൈവിധ്യം, ഡൈവേഴ്സിഫിക്കേഷൻ, അതാണ് ഈ ഫണ്ടിൻ്റെ പ്രത്യേകത. ഈ ഫണ്ടിലെ ഫണ്ട് മാനേജർ മാർക്കറ്റിലെ അവസ്ഥയെ ആശ്രയിച്ച് ആസ്തികളുടെ അനുപാതം മാറ്റുന്നു. മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ളപ്പോൾ ഇക്വിറ്റിയുടെ പങ്ക് കൂട്ടും. അസ്ഥിരമായിരിക്കുമ്പോൾ ഡെപ്റ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റി വശം കൂടുതൽ വലുതാക്കും. ഇതിലൂടെ നിക്ഷേപം, സുരക്ഷയും വളർച്ചയും തമ്മിൽ നല്ലൊരു ബാലൻസ് നിലനിർത്തുന്നു. ഹൈബ്രിഡ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൻ്റെ പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് വൈവിധ്യമാണ്, ഡൈവേഴ്സിഫിക്കേഷൻ, ഒറ്റ ഫണ്ടിൽ തന്നെ പല ആസ്തികളിലേക്കും നിക്ഷേപം, റിസ്ക് കുറയ്ക്കൽ. ഒരു ആസ്തി താഴ്ന്നാൽ മറ്റുള്ളവ പിന്തുണ നൽകും, അപ്പോൾ അതിന് റിസ്ക് കുറവായിരിക്കും. ഒറ്റ ഫണ്ടിൽ തന്നെ ഇക്വിറ്റിയും ഡെപ്റ്റും കമ്മോഡിറ്റീസും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതിനും വേറെ ഫണ്ടുകൾ നമ്മൾ പിന്തുടരേണ്ടതില്ല. ഈ ഫണ്ടുകൾക്ക് സാധാരണ മിതമായ റിസ്ക് ആണുള്ളത്. മിതമായതോ അല്ലെങ്കിൽ മിതത്വത്തിൽ കൂടുതലായ റിട്ടേണും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. റിയൽ ഇക്വിറ്റി ഫണ്ടുകൾ പോലെ വളരെ ഉയർന്ന റിട്ടേൺ ലഭിക്കുന്നില്ലെങ്കിലും ഇവ കൂടുതൽ സ്ഥിരതയുള്ള വളർച്ച നമുക്ക് നൽകും. ഇത്തരം ഫണ്ടുകൾ ആർക്കാണ് അനുയോജ്യം എന്ന് നോക്കിയാൽ, ഒറ്റ ഫണ്ടിൽ തന്നെ പല ആസ്തികളിലേക്കും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ, റിസ്ക് കുറച്ച് സ്ഥിരതയുള്ള വളർച്ച ആഗ്രഹിക്കുന്നവർ, ദീർഘകാല ലക്ഷ്യങ്ങളായ സമ്പത്ത് സൃഷ്ടി, റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് തുടങ്ങിയവയ്ക്കായി നിക്ഷേപിക്കുന്നവർ, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരം ഫണ്ടുകൾ അനുയോജ്യമായിരിക്കും. നിങ്ങളുടെ നിക്ഷേപം പല ആസ്തികളിലേക്കും സ്മാർട്ടായി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് നിങ്ങൾക്കുള്ള മികച്ച ഒരു വഴിയാകും. ഇതിൽ വൈവിധ്യം, സ്ഥിരത, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലെ കൂടുതൽ ഫിനാൻസ് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 45-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 44 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 29 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ 28 ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 28 7000 രൂപ. ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. അതോടൊപ്പം 15 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 15 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 15 3750 രൂപ. ആകെ 11,000 രൂപ നിക്ഷേപിച്ചതിൽ 10,750 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ആയതിനാൽ ഓവർനൈറ്റ് ഫണ്ടിലാണ് ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 45-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു. 46-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.